നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ മലയാളി യുവതി മകളെ കെട്ടിടത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുന്നു. അതും സ്വയം ചാടി മരിച്ച സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പേ പ്രവാസി ബിസിനസ്സുകാരനും ഭാര്യയും നാട്ടിൽ ജീവനൊടുക്കിയ വാർത്തയും പ്രവാസി സമൂഹത്തെ വീണ്ടും ഉലയ്ക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിൽ പ്രവാസി മലയാളികളെ ദുരന്തത്തിലാഴ്ത്തുന്ന പല വാർത്തകളും, പ്രത്യേകിച്ച് ആത്മഹത്യാ വാർത്തകളൊക്കെ തന്നെ ഈയിടെയായിട്ട് വളരെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി റാസൽ ഖൈമയിൽ പ്രവാസികളായ കൊല്ലം കടയ്ക്കൽ 5 മുക്ക് ഉഷസിൽ എസ് സുഗതൻ, ഭാര്യ ലത എന്നിവരെയാണ് നാട്ടിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോഴും എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു ആത്മഹത്യ എന്നുള്ള വഴി തിരഞ്ഞെടുത്തത് എന്നുള്ളത് ദുരൂഹത ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. യുഎയിലേക്ക് തിരികെ വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം എന്തിനെടുത്തു എന്നുള്ളതിന്റെ പിന്നാലെയാണ് പോലീസും. മാതാപിതാക്കളുടെ മരണവിവരം അറിഞ്ഞ് യുഎയിലുള്ള മക്കളെല്ലാം തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ സ്വന്തമായി നിർമ്മാണ കമ്പനിയും റെസ്റ്റോറന്റും നടത്തിവരുന്ന സുഗതൻ നാട്ടിലും വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയായിരുന്നു. വർഷങ്ങളായി യുഎയിലും നാട്ടിലുമായി സമയം പങ്കിട്ടായിരുന്നു ഇവരുടെ ജീവിതമെന്ന് പറയുന്നത്. ചെറിയൊരു അവധിക്കാലം ചിലവഴിക്കാൻ നാട്ടിലെത്തിയ ഇവർ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടത്തെ വിമാനത്തിൽ മടങ്ങാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ശനിയാഴ്ച രാവിലെയായിട്ടും ഇവരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിക്കുകയായിരുന്നു. മുറിയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാതിരുന്നതോടെയാണ് വീട്ടുകാർ വിവരമറിയിച്ചത്. തുടർന്ന് അധികൃതരെത്തി കിടപ്പുമുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് സുഗതനെ തൂങ്ങി മരിച്ച നിലയിലും ലതയെ കട്ടിലിൽ അബോധാവസ്ഥയിലും കണ്ടെത്തിയത്. ഇതിൽ ലത ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന സൂചനകൾ ഉണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നിലവിൽ ഇവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടായതായോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായോ ഇല്ല. വളരെ നല്ല നിലയിൽ തന്നെ വർഷങ്ങളായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഞായറാഴ്ച സംസ്കാര ചടങ്ങുകൾ നടത്തി. പക്ഷേ സാധാരണ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ശ്മശാന സംസ്കാരം നടത്തിയില്ല. കാരണം മൃതദേഹങ്ങൾ മണ്ണിൽ അടക്കം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഹിന്ദു ആചാരപ്രകാരം മണ്ണിൽ അടക്കം ചെയ്യുന്നത് പതിവല്ല. പക്ഷേ ഇവിടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ഇനി ഭാവിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ വീണ്ടും പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വന്നാൽ പ്രയോജനപ്പെടട്ടെ എന്ന മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ദമ്പതികളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് പകരം മണ്ണിൽ അടക്കം ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് സൂചന. അതായത് എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരികയാണെങ്കിൽ വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനോ അല്ലെങ്കിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനോ മറ്റുമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മണ്ണിൽ കുഴിച്ചു മൂടുന്ന ഒരു രീതി ഇപ്പോൾ ആ ഒരു ആചാരം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി റാസൽ ഖൈമയിൽ ജീവിച്ച സുഗതനും ലതയും എമിറേറ്റിലെ മലയാളി പ്രവാസികളുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്ന സുഗതൻ SNDP യോഗം സേവനം സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു. 1979 മുതൽ റാസൽ ഖൈമയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുഗതൻ എന്ന് സാമൂഹിക പ്രവർത്തകനും SNDP യോഗം സേവനം മുൻ ഭാരവാഹിയുമായ എസ് പ്രസാദ് മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. സ്വന്തമായി കെട്ടിട നിർമ്മാണ കമ്പനിയും റെസ്റ്റോറന്റും നടത്തിയിരുന്ന പ്രിയ സുഹൃത്തിന്റെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് താൻ ഇതുവരെ മാറിയിട്ടില്ല. നാട്ടിലുണ്ടായിരുന്നതിനാൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു. മികച്ച നിലയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സുഗതനെ മറ്റുള്ളവരെ പോലെ COVID-19 കാലത്ത് ഇത്തിരി പ്രയാസം നേരിട്ടിരുന്നു. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. റാസൽ ഖൈമയിലും നാട്ടിലുമായി ഒട്ടേറെ സമ്പത്തുള്ളതിനാൽ മരണകാരണം സാമ്പത്തികമാണെന്ന് കരുതുന്നില്ലെന്നും ഈ സുഹൃത്തായിട്ടുള്ള പ്രസാദ് പറഞ്ഞു. റാസൽ ഖൈമയിൽ എത്തിയ ശേഷം മുതൽ തന്റെ അടുത്ത സുഹൃത്തായിരുന്നു സുഗതനെന്നും സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള സേതു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, പണം ജീവിതത്തിൽ സമാധാനം നൽകില്ല എന്നതാണ് ഇത്തരം സംഭവം നൽകുന്ന സന്ദേശം. റാസൽ ഖൈമയിലെ പ്രവാസി മലയാളി സമൂഹത്തിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന സുഗതൻ വിജയിച്ച ബിസിനസ്സുകാരനായിരുന്നുവെന്ന് സാമൂഹിക പ്രവർത്തകനും റാക്ക് അസോസിയേഷൻ ഭാരവാഹിയുമായ നാസിർ അൽധാന പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞതുപോലെ പണം എല്ലാത്തിനും സമാധാനം
സമാധാനം കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല പലരുടെയും ജീവിതം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ പറയും നല്ല നിലയിൽ ഇന്ന് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ പണം പ്രധാനമാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ ഇന്ന് പണം ആവശ്യമാണ്. പക്ഷേ ഈ പണത്തിന് നമുക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ല. എത്രയോ ബിസിനസ്സുകാർ അല്ലെങ്കിൽ എത്രയോ പണം കൊണ്ട് ഇട്ടുമൂടാനത്തക്ക സ്വത്തുക്കളും കാര്യങ്ങളും ഉള്ള ആളുകളൊക്കെ തന്നെ പല മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മഹത്യ എന്നുള്ള വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെയും സുഗതനും ഭാര്യയ്ക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റാരുടെയെങ്കിലൊക്കെ തന്നെ മൊഴികൾ എടുക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച് ഇവർക്കിപ്പോൾ വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ്. ഇത് മാത്രമല്ല, പലപ്പോഴും നിറമുള്ള സ്വപ്നങ്ങളുമായി പ്രവാസത്തിന്റെ മണ്ണിലെത്തി ഒടുവിൽ അപരിചിതമായ ഏകാന്തതയുടെയും സങ്കടങ്ങളുടെയും കനൽ ചൂടിൽ ഉരുകിത്തീർന്ന 4 മലയാളി ജീവിതങ്ങൾ പ്രവാസി സമൂഹത്തിന് വലിയൊരു നോവായി മാറുകയാണ്. ഉള്ളിലെ നൊമ്പരങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ കഴിയാതെ മരുഭൂമിയിലെ ചില്ലുകൂടാരങ്ങൾക്കുള്ളിൽ ശ്വാസം മുട്ടി ഒടുങ്ങിപ്പോയ അമ്മമാരുടെയും കുരുന്നുകളുടെയും വിയോഗം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ചുറ്റുമുള്ളവരുടെ മാനസിക സംഘർഷങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ ആഴമേറിയ നൊമ്പര ചിത്രമാണ്. ഏറ്റവും ഒടുവിൽ ഷാർജ അൽ നഹദയിൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മലയാളി യുവതി തന്റെ 5 വയസ്സുള്ള മകളെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ ശേഷം ചാടി മരിച്ച ദുരന്തം പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം നടുക്കിയിരുന്നു. കണ്ണൂർ കോഴിക്കോട് സ്വദേശിനി ആർഷയാണ് മകൾ റൂഹി എന്നിവരാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കെട്ടിടത്തിന് താഴെ കണ്ടെത്തപ്പെട്ടത്. കുടുംബ വഴക്കിനെ തുടർന്ന് തലേദിവസം ഫ്ളാറ്റിൽ പോലീസ് എത്തിയിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിമാനത്താവള ജീവനക്കാരനായ ഭർത്താവ് നിഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 7 വർഷമായി പ്രവാസ ലോകത്ത് ഒന്നിച്ച് ജീവിച്ചിട്ടും ഏവരോടും പുഞ്ചിരിയോടെ മാത്രം പെരുമാറിയിരുന്ന ആ കൊച്ചുമിടുക്കി എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കൈവീശി കാണിച്ചിരുന്ന ആ നറുപുഞ്ചിരി മായ മുമ്പെയാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പല വാർത്തകളും പ്രവാസി സമൂഹത്തെ നടുക്കിക്കൊണ്ട് നമ്മൾ കേട്ടതാണ്. തീർച്ചയായിട്ടും പല മാനസിക സംഘർഷങ്ങളിലൂടെയാണ് പല ആളുകളും കടന്നു പോകുന്നത്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവർക്കുള്ളിലൊക്കെ തന്നെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടാവാം. അതൊന്നും തന്നെ ചിലപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും അത് തിരിച്ചറിയപ്പെടണമെന്നില്ല. ഏതായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്.